ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് നോക്കാം. മേജറായിട്ട് ഇന്ന് 3 ലെവൽസ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ മാർക്കറ്റ് ഒരു പുതിയൊരു ഹൈ എത്ര വരെ, ഒരു 4871 വരെ നമുക്കൊരു ഹൈ വന്നു. ഇന്നലെ നമ്മൾ ഒരു 1 അവറിന്റെ ചാർട്ട് നോക്കിയിട്ട് പ്രൈസ് മുകളിലോട്ട് പോകാനാണ്, അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആവാനാണ് സാധ്യത എന്നും അവിടെ ബയേഴ്സ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ട്രെൻഡ് ഇപ്പോഴും അതേപോലെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും അതൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് മാർക്കറ്റിൽ കണ്ടിട്ടില്ല. കറന്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു 45 മിനിറ്റിന്റെ ഹിഡൻ ഓർഡർ ബ്ലോക്കിലാണ്. അതായത് ഇവിടെ നിന്ന് ഒരു അപ്സൈഡിലേക്ക് മുകളിലോട്ട് ഒരു മൂവ് വരാൻ ചാൻസസ് ഉള്ള ഒരു സോണാണ് 4804, 4791. അപ്പോൾ ഇവിടെ നമുക്ക് റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിൻബാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫുൾ ബോഡി ക്യാൻഡിൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻഗുൾഫിംഗ് ആയിട്ടോ ക്ലോസ് ആവുകയാണെങ്കിൽ, ഇനി ഒരു 12 മിനിറ്റും കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ. താഴെ റിജക്ഷൻ വന്നു, ഓക്കെയാണ്. ഇനി അതൊരു ബുള്ളിഷ് ബോഡി ആയിട്ടും കൂടി ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ല, ഇവിടെ ഒരു മൊമെന്റം കിട്ടാതെ താഴെയുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെയുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് 4778, 4760 ഇവിടെ വന്നൊരു മൊമെന്റം കിട്ടിയാലും അതേപോലെ താഴെയുള്ള ഒരു സപ്പോർട്ട് 4748, 4731, ഈ 3 ഏരിയകളിൽ ഏതെങ്കിലും ഒരു സോണിൽ നമുക്ക് മൊമെന്റം വന്നു കഴിഞ്ഞാൽ ഒരു 1:2, 1:3 റിസ്ക് റിവാർഡിൽ നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അത് മൊമെന്റം മാത്രം നോക്കി നിൽക്കണമെന്നില്ല. അവിടെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടറോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക.